ഒരു ഐതിഹാസികമായ ജാഥയ്ക്ക് വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് മഞ്ചേശ്വരം നിയോജകമണ്ഡലം. എല്ലാ 5 വർഷങ്ങളിലൊരിക്കലും തെരഞ്ഞെടുപ്പിന് മുമ്പായി എല്ലാ മുന്നണികളും ജാഥ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം വളരെ ഭാരിച്ചതാണ്. മുൻകാലങ്ങളിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുകയും പിന്നെ 5 വർഷം UDF വന്നിട്ട് കേരളത്തെ നന്നാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അവരുണ്ടാക്കുന്ന നാശം 5 വർഷം കൊണ്ടുണ്ടാക്കുന്ന നാശം പിന്നെ 5 വർഷം കൊണ്ട് നമ്മൾ നന്നാക്കും. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമാണ് 10 വർഷം കൊണ്ട് തൊലച്ചില്ലാതാക്കിയ കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ജാഥ ആരംഭിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ദേശീയതലം പരിശോധിക്കുമ്പോൾ അന്തർദേശീയ തലം പരിശോധിക്കുമ്പോഴും തീവ്ര വലതിൻ്റെ അഴിഞ്ഞാട്ടം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു സവിശേഷത ശ്രദ്ധിച്ചു. ട്രംപ് ഒന്ന് നോക്കിയാൽ മുട്ടയിലെഴയുന്ന മോഡിയും മോഡി ഒന്ന് നോക്കിയാൽ മുട്ടയിലെഴയുന്ന പിണറായി വിജയനെയുമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ യഥാർത്ഥ ഇടതുപക്ഷ ആശയങ്ങൾ, കാരണം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റുവിയൻ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ലെഫ്റ്റ് ഓഫ് സെന്റർ ഇടതുപക്ഷ പാർട്ടിയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന പോരാട്ടം പരിശോധിക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റ് ഓഫ് സെന്റർ എന്ന പൊസിഷനോടുകൂടി തന്നെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പോരാട്ടം അന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു ഭാഗത്തും മറുഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യഥാർത്ഥ പുരോഗമന ആശയങ്ങൾ ഉന്നയിക്കുന്ന ആ സംവിധാനവും തമ്മിലാണ്. എന്താണ് 5 വർഷത്തെ കേരളത്തിൻ്റെ ഭരണം? 10 വർഷമായി കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഒരു ഗവൺമെന്റ്. അതാണ് ശ്രീ കെ മുരളീധരൻ സൂചിപ്പിച്ചത്. കൊള്ളയടിച്ച് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ദൈവത്തിനെ പോലും വെറുതെ വിട്ടിട്ടില്ലല്ലോ എന്ന് ഇന്ത്യൻ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കേണ്ടി വന്ന അവസ്ഥ കേരളത്തിലുണ്ടാകുന്നു. പണ്ടൊക്കെ കൊള്ളക്കാർ വന്ന് ഒരുമാതിരി കൊള്ളയടിച്ച് എല്ലാം തീരാറാകുമ്പോഴത്തേക്കിന് കൈകൂപ്പി നമ്മൾ പറയും ഇനി ഒന്നുമില്ല, ഞങ്ങളുടെ ജെട്ടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുമായിരുന്നു. ഇപ്പം പിണറായി ഭരിക്കുമ്പോൾ അതും പറയാനൊക്കത്തില്ല. കാരണം ജെട്ടി അടിച്ച് മാറ്റിയ ഒരു വ്യക്തിയെ കൂടെ ആ മുന്നണിയുടെ ഭാഗമായിട്ട് അത് ഈ നിലയിലേക്ക് എന്ത് തോന്നിവാസവും കാണിച്ചുകൊണ്ട് പോകുന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക. അവിടെ ശബരിമലയുടെ വിഷയം പറഞ്ഞു. ഒരു കേസ് ഒരു സ്വാഭാവിക മരണത്തിലേക്ക് പോകുന്നത് നിയമപണ്ഡിതൻ വേണ്ട, നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന നിലയിലേക്കല്ല. 90 ദിവസം കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യം കിട്ടുന്നു. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി വരുന്ന കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാതൊരു ആശങ്കയുണ്ടായി. കാരണം പ്രധാന കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കേസ് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും. അന്നേരം മുതൽ ഞാൻ ചിന്തിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ അടക്ക ഉത്തരവാദിത്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവൻ നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത്. ആ അറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ്. കാരണം ആ നിലയിലേക്കുള്ള കൊള്ളയല്ലേ. ആ കേസ് സ്വാഭാവിക മരണത്തിലേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ ഇന്നേ വരെ തൊണ്ടി വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കേസ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്? അതിനുള്ള ന്യായീകരണം പറയുന്നു. നിയമസഭ കൂടിക്കഴിഞ്ഞാൽ എന്താണ് ശ്രീ കെ മുരളീധരൻ ഉപയോഗിച്ച വാക്ക് വളരെ ശരിയായല്ലേ. ചിത്തഭ്രമം ബാധിച്ചിരിക്കുന്നത് പിണറായി വിജയനെ മാത്രമല്ല, ഒരു മുന്നണിയുടെ എല്ലാ മന്ത്രിമാരെയും നേതാക്കന്മാരെയും ബാധിച്ചിരിക്കുന്ന കാഴ്ചയാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെ വിചിത്രമായ കാര്യമാണ് പറയുന്നത്. സോണിയാഗാന്ധിയെ കണ്ടു, അതുകൊണ്ട് പോറ്റിയെ അന്ന് കയറ്റി, ഇതെല്ലാം പറയുന്നു.
ഒരു കാര്യവും കൂടെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പിണറായി വിജയൻ പറയും, ഇതെൻ്റെ എല്ലാം കുഴപ്പക്കാരനാ വിജയ് മല്ലയ്യായിരുന്നു, അയാൾ സ്വർണം കൊടുത്തത് വിട്ടതുകൊണ്ട് മാത്രമല്ലേ പോറ്റിയടക്കം അവിടെ കയറി മോട്ടിച്ചത് എന്ന് ചോദിക്കാൻ ഒരു മടിയില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഈ സന്ദർഭത്തിൽ കടക്കുന്നില്ല. ഇവിടെ വിശ്രമരഹിതമായ പ്രവർത്തനം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഓരോ പ്രവർത്തകരും ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടം തന്നെയാണ്, നമ്മുടെ മാത്രമല്ല കേരളത്തിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ മുന്നേറ്റമാണ് ഉണ്ടാകേണ്ടത്. ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ മാത്രമല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിണറായി എന്നേക്കുമായി ഈ അധികാരത്തിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റം ഈ ജാഥ വഴി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് RSP സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.